എടാ തിങ്കളാഴ്ച കൊടിയേറ്റം കാണുമോ? ആ സാധാരണഗതിയിൽ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കൊക്കെയാണ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉണ്ടാവാറ്. ഇതിപ്പോൾ എങ്ങനെയാണാവോ? ഈ കൊടിമരത്തിന് എത്ര ഹൈറ്റ് കാണും? അതിപ്പോൾ എനിക്കും വലിയ പിടിയൊന്നുമില്ല, അളന്ന് നോക്കേണ്ടി വരും. എടാ ഇതെങ്ങനെ ഈ അളക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടി? ഇവനറിയാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവൻ അറിയേണ്ടതാണ്. അറിയായിരിക്കും. ഓ മടുത്ത് കേട്ടോ പാവം. ഈ കൊടിമരത്തിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് അളക്കുന്നത് അറിയോ? ഇതിലാണോ? ഇതിൻ്റെ തന്നെ. പേനയുണ്ടോ? എഴുതി കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണോ? പേന. സ്കെയിൽ മതിയോ? മതി. സ്കെയിലാ? 15 സെന്റിമീറ്ററേ ഉള്ളൂ. ഇവൻ ഈ 15 സെന്റിമീറ്റർ സ്കെയിൽ കൊണ്ട് അളക്കാനുള്ള പരിപാടിയാണോ? നീ എവിടെ കൊണ്ടുപോകണം ഞങ്ങളെ? അതി നീ കാര്യം പറ, വെയിലത്ത് നടക്കാൻ വയ്യ. വെയില നിക്കുമേ. എന്തിന്? ഇവൻ പറഞ്ഞു വരുന്ന കൊടിമരം 15 സെന്റിമീറ്ററേ ഉള്ളൂ എന്നാണ്. വെറുതെ ചോദിക്കണ്ടായിരുന്നു. എടാ നീ എന്തോന്ന് കാണിക്കുന്നത്? ചേച്ചി ചേച്ചിയാ? ചേച്ചി എന്താ? ഒന്ന് മുന്നോട്ട് വരുമോ? എന്തിനാ? കുറച്ചുകൂടി മുന്നോട്ട്. മുന്നോട്ട്? ഇവിടെ മതിയോ? ഒരു ഇത്രയും കൂടി. ഓക്കെ 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 ഓക്കെ. ഇതിപ്പം ആ ചേച്ചിയും കൊടിമരവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, അതായിരിക്കും ഈ കൊടിമരത്തിന്റെ ഏകദേശം ഒരു ഹൈറ്റ്. എടാ ഭയങ്കര ശരിക്കും ചുമ്മാ. അതെ. ഞാൻ പോട്ടെ. ചേച്ചി സ്കെയിലൊന്ന് തിരിച്ചേരോ? ഇങ്ങനെയല്ലേ കൊടിമരത്തിന്റെ? ഇങ്ങനെ. എന്റെ മോനെ ഞാൻ പോയിക്കോട്ടെ, എനിക്ക് അവിടെ കുറെ ജോലി ഉള്ളതാ. നിങ്ങൾ എന്ത് കളിയാണ് അവിടെ കളിക്കുന്നത്? ഞങ്ങൾ സയൻസ് കളി ചേച്ചി. ഓഹോ. ഷീനാമസ് പോയില്ലേ? ശരിയാ, മാക്സിമസ് ലീവാ. ഈ പീരീഡും പുറത്തു കൊണ്ടുവരും. ഇത് 10 മീറ്റർ നീളമുള്ള ഒരു കൊടിമരം. അരുൺ, എന്താ നീ അവിടെ ആലോചിച്ച് നിൽക്കുന്നേ? ഗെറ്റ് ഇൻ. പാടത്ത് പണിക്ക് പോയവലുണ്ട്. As I was saying, it's a... എന്താ ജേഷ്? എന്താ മിസ്? എന്താണെന്ന്? ഒന്നുമില്ല. Then sit down. എന്താടാ പുല്ലേ? Okay, students, എല്ലാ വർഷവും മിഡ് ടേം എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിമം 15 മാർക്സിന്റെ വെയിറ്റേജ് ഉണ്ട്. ഈ ഷീന ഇതുവരെ പോയില്ലേ? ഈ വരുന്ന മൺഡേ യു കാൻ എക്സ്പെക്ട് മാക്സിമസ് ലീവാ. നീളമുള്ള ഇവിടെ തുറച്ചോളാം. Silence. What's happening there? Anything can happen. Arun, do you want to go outside again? Nothing. എന്നാ ഇവിടെ ശ്രദ്ധിക്കുക. ഇതൊരു 10 മീറ്റർ നീളമുള്ള ഒരു ഫ്ലാഗ് പോസ്റ്റ്. സപ്പോസ് അരുൺ 1 മിനിറ്റിൽ 2 മീറ്റർ ഈ കൊടിമരത്തിൽ കയറുന്നുണ്ടെങ്കിൽ അതേ മിനിറ്റിൽ 1 മീറ്റർ താഴേക്കും ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ അരുണിന് എത്ര മിനിറ്റ് വേണം ഈ ഫ്ലാഗെ പിടിക്കാൻ? മിസ്, ഈ അരുൺ വലിഞ്ഞു കയറുന്ന കൊടിമരം 10 മീറ്റർ തന്നെയല്ലേ? തനിക്ക് ചെവി കേട്ടൂടെ? ഞാൻ 10 എന്നല്ലേ പറഞ്ഞേ? 20 പോലെ തോന്നി. ഓക്കെ സ്റ്റുഡൻസ്, ഐ വിൽ എക്സ്പ്ലെയിൻ അഗൈൻ. ഇതൊരു 10 മീറ്റർ നീളമുള്ളൊരു ഫ്ലാഗ് പോസ്റ്റ്. സപ്പോസ് അരുൺ 1 മിനിറ്റിൽ 2 മീറ്റർ ഈ കൊടിമരത്തിൽ കയറുന്നുണ്ടെങ്കിൽ അതേ മിനിറ്റിൽ 1 മീറ്റർ താഴേക്കും ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ അരുണിന് എത്ര സമയം വേണം ഈ ഫ്ലാഗെ പിടിക്കാൻ? Ma'am, answer is 8 minutes 40 seconds. Okay, can you come explain it on the board? Yes, ma'am. ശരിക്കും ഇത്രയും സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. Very good, Vikas. Please go back to your seat. Thank you, ma'am. മിസ്, എനിക്ക് അത്ര സമയം വേണ്ട കൊടി പിടിക്കാൻ. Stand up. പിന്നെ നിനക്ക് എത്ര സമയം വേണം? മിസ്, എനിക്കൊരു 6-7 മിനിറ്റ് ഇടയിലായിട്ട് മതിയായിരിക്കും. What answer is that? Silence! Arun, come explain on the board. ഞാൻ എവിടെ നിന്ന് പറഞ്ഞാ പോരെ? Don't waste my time. Come up and explain it on the board. പോടാ, എനിക്ക് എന്നെ കൂടെ പൊക്കും.
പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പെട്ടെന്ന് വരൂ. സാൻഡ്ര, മൂവ് ഇൻ. Come on, quick. Explain it. ബെല്ലടിച്ചോട്ടെ. അരുണത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാരും ബ്രേക്ക് എടുക്കുന്നുള്ളൂ. ഇവിടെ മനുഷ്യനാണെങ്കിൽ മൂത്രം ഒഴിക്കാനും മുട്ടും. മിസ്റ്റർ, ഇപ്പം ഞാനതിൻ്റെ ബേസിലാണ് നിൽക്കുന്നത്. മിസ് പറഞ്ഞ പോലെ ഞാൻ 1 മിനിറ്റിൽ 2 മീറ്റർ മേലെ കയറി 1 മീറ്റർ താഴെ ഇറങ്ങുവാണെങ്കിൽ ആദ്യത്തെ മിനിറ്റിൽ ഞാൻ 1 മീറ്ററിൻ്റെ അവിടെ ആയിരിക്കും. പിന്നെ അവിടെ ഞാൻ കയറി ഏകദേശം ഒരു 6ാമത്തെ മീറ്ററിൻ്റെ അവിടെ ആകുമ്പോൾ 6 മിനിറ്റായി. പിന്നെ ഞാൻ അവിടെ നിന്ന് 2 മീറ്റർ കൂടി മേലെ കയറും. എൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു 1.5 മീറ്ററാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൈ നീട്ടിയാൽ എനിക്ക് സിമ്പിളായിട്ട് കൊടിയെ പിടിച്ചൂടെ? അരുൺ, എന്റെ ചോദ്യം മനസ്സിലായില്ലേ? യെസ് മിസ്. Did I ever mention height in my question? മിസ്, എൻ്റെ പേര് മെൻഷൻ ചെയ്തില്ലേ? അരുൺ. അപ്പം എനിക്ക് കൊടി പിടിക്കാൻ പറ്റില്ലേ? പിടിച്ചുകൂടെ എന്നോടാണോ ചോദിക്കുന്നത്? ഐ ട്രൈ ടു ബി ഓവർ സ്മാർട്ട്. താൻ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്നുള്ളൂ മിസ്. Enough! I try to insult me? Nonsense. I've never seen a student so disrespectful. You don't even know the definition of speed, do you? ഇന്ന് വൈകിട്ട് ആ ഇംപൊസിഷൻ എന്നെ കാണിച്ചില്ലേ അരുൺ, ഈ വരുന്ന മിഡ് ടേം എക്സാമിനേഷൻ ഇല്ലേ, അത് നീ എഴുതാൻ പോകുന്നില്ല. ഫിസിക്സ് എന്ന് മാത്രമല്ല, ഒന്നും തന്നെ ഞാൻ എഴുതിക്കില്ല. മനസ്സിലായോ? വികാസ്, റബ് ദ ബോർഡ്. Yes, ma'am. സുമിക്കുട്ടി കിൻഡർ കണ്ടോ? കണ്ട പോലെ തോന്നി. നല്ല കാര്യം ഉണ്ടായിരുന്നു. നീ എന്തിനാ വെറുതെ ആ ഷീനെ വിറപ്പിക്കാൻ പോയത്? അണെന്നെ പേന ഉണ്ടാവും ഓർമ്മ കൊടുക്കാൻ. എൻ്റെ കയ്യിൽ പേനയും തേങ്ങയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ ബുക്കൊക്കെ എടുത്ത് നടക്കുന്നത്? അതോ, അതെൻ്റെ ചക്കര എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ചക്കര നീ കണ്ടിട്ടില്ലേ എൻ്റെ കത്രീന മോൾ? അവൾക്ക് ഞാൻ കമ്മലൊക്കെ വരച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഞാനൊരു പേന പോയിട്ട് വരട്ടണ. നീ തറവാട്ടിലേക്ക് വരുന്നുണ്ടോ? ഞാൻ വന്നേ, കണ്ണം വിട്ടോ. ബെല്ലടിക്കുമ്പോൾ വാ. അശ്വതി, അരുൺ പറഞ്ഞ ആൻസർ ശരിയായിരുന്നു. റോസിന്റെ പേന ഉണ്ടാവും ഓർമ്മ എടുക്കാൻ. ഇത് മതിയോ? പക്ഷെ ഇത് ബ്ലാക്കാ, ബ്ലൂ ഇല്ല. അയ്യോ, ബ്ലൂ ഇല്ല കേട്ടോ. അരുണിന് ഈ ജീൻസ് നന്നായി ചേരുന്നുണ്ട്. PT സാറും പറഞ്ഞായിരുന്നു. താങ്ക്സ്. ആ, തുറന്നോ. കഴിഞ്ഞെങ്കിൽ ഇറങ്ങി പോടാ. ഓക്കെ അടച്ചോ. പെട്ടെന്ന് അടച്ചോ. ഓക്കെ പീസ്. ഓക്കെ അല്ലേ നിമിഷേ? അണ്ണാ, ഇത് കോഡ്രോയ് അല്ലേ? അതെ, കോർഡ്രോയ്. അതിന് എന്നിട്ട് അണ്ണ PT സാർ പിടിച്ചില്ലേ? എടാ, ഞാൻ ഇതിടാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. എന്നെ ഇതുവരെ ഒരു PT ചാരം പിടിച്ചിട്ടില്ല. നീ ഇതാ ഇത് കണ്ടോ? കൊളുത്ത് മാത്രം. ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, അത്രേ ഉള്ളൂ. എന്നെ ഇന്ന് പൊക്കിയണ്ണ. എന്നെ ആ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് അപ്പോളജി എഴുതിച്ചിട്ടാ പിന്നെ ഒന്ന് ക്ലാസ്സിൽ കയറിയത്. അത് പിന്നെ നിന്നെ കണ്ട ആർക്കായാലും ഒന്ന് പിടിക്കണമെന്ന് തോന്നും. ഒന്ന് പോകണം. എടാ, നീ ഒഴിക്കണില്ലേ? കുറേ നേരം ആയല്ലോ. എല്ലാവരും നിൽക്കുമ്പോൾ എനിക്ക് ഓടിക്കാൻ പാടാം. എന്നാലും ഒരു സ്മോൾ ഒഴിക്കണം. വേണ്ടണ്ണ, അണ്ണ പോക്കോ, ഞാൻ അകത്ത് കയറി മുള്ളിക്കോളാം. പീസ് അണ്ണ. എന്താ അത്? ഇവിടെ വരൂ. ഫോൺ വൈബ്രേറ്റ് ചെയ്താ ക്ലാസ്സിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വെച്ച് അങ്ങ് സെറ്റ് ചെയ്ത്. നീ ആള് കൊള്ളാലോ. ഏതാ മോഡല്? iPhone 7 Plus. ഓഹോ, എന്നിട്ടാണോ നിന്റെ ദ്രവിച്ച ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്? നിന്റെ ക്യാമറ ഒന്ന് ഓൺ ചെയ്. ഇങ്ങനെ വാടാ, ഒരു സെൽഫി എടുക്കാം. അണ്ണ ഇവിടെ വെച്ച് വേണ്ടാണോ? കുഴപ്പമോ? എന്ത് കുഴപ്പം? ഒരു സീനും ഇല്ല. നീ വന്നേ. ഓരോരുത്തർ എൻ്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടാൻ കൊതിക്കുകയാണ്. വാ, രണ്ടൊരു സാറാ സാമുവൽ കോളിംഗ്. അതും കട്ട് ചെയ്തേ.
ബെല്ലടിച്ചിട്ട് എത്ര നേരമാടാ ക്ലാസ്സിൽ പോടാ. ഓ എല്ലാവരും ഇതിനകത്ത് തന്നെയാണോ? ഇതാ ക്ലാസ്സിൽ പോകത്തെ മുള്ള എന്താ നിന്റെ കയ്യില്? ഒന്നുമില്ല സർ. മൊബൈലാ? അല്ല സർ. എടുക്ക്. ഓ അപ്പൊ ഇതാണല്ലേ ഇവിടെ പരിപാടി. നിന്നോടൊക്കെ ഈ മൊബൈൽ സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ലെന്ന് അസംബ്ലി വെച്ച് പറഞ്ഞല്ലേ? അന്നത്തെ അസംബ്ലിയിൽ ഞാൻ ആബ്സെന്റ് ആയിരുന്നു സർ. ഇന്നത്തെ അസംബ്ലിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വാ എടുത്താന്നോണേ പറയുള്ളൂ. ഇല്ല സർ. ആ മൊബൈൽ ഇതാ, ഗിവ് ടു മീ. ഐഫോൺ അല്ലേ? ഇത് യൂണിഫോം പാൻ്റ് അല്ലല്ലോ. നിന്റെ യൂണിഫോം പാൻ്റ് ഇവിടെ? അത് പിന്നെ തേക്കാൻ കൊടുത്ത് തിരിച്ചു കിട്ടിയില്ല സർ. നിന്നെ പിടിച്ച് തേക്കണം. ഒരു 100 രൂപ ഓഫീസിൽ കൊണ്ട് ഫൈൻ അടച്ചേക്കണം. അയ്യോ സർ, ചെയ്യരുത്. ടേക്ക് ഒരു ഐ ഡി കാർഡ് ഉണ്ട് സർ. ടേക്ക് സത്യമായിട്ടും ഉണ്ട് സർ. അയ്യോ എന്തൊരു അത്ഭുതം, ഐ ഡി കാർഡ് ഇത്രയും നേരം ഉണ്ടായിരുന്നു സർ. എൻ്റെ പ്രായമുണ്ടല്ലോ, പാസ്സായി പൊക്കൂടറ. നിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ. പതുക്കെ പറയടാ വന്നേ. നിന്റെ തലയ്ക്ക് വല്ല കേടുണ്ടോ? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ എന്നെ കൊണ്ട് തരാൻ? മജീക്കിന്റെ ഫോൺ മേടിച്ചു നല്ല നില ഇട്ടു. ആഹാ, എന്താ വല്ല സംശയം ഉണ്ടോ? അതെ, ബെല്ലടിച്ചിട്ട് ഒരുപാട് സമയമായി. അതെനിക്കറിയാം. നീ തൽക്കാലം ക്ലാസ്സിലേക്ക് ചെല്ല്, ഞാൻ ഫോണും കൊണ്ട് അവിടെ വരാം. ഇല്ലെങ്കിലാ ഞാൻ എന്തായാലും കൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ആളോട്ട് വലിക്കും. ഏത് സമയത്താണോ എന്ത് ഇയാള് പുറത്തിറങ്ങിയ പണിയാണ്. ഇതിലാണ് അതിലാണ്. അവിടെ കിടക്കട്ടെ. ഹലോ സർ. എന്താ മിസ്, മേ ഐ കം ഇൻ? എവിടെയായിരുന്നു? വൈ ആർ യു സോ ലേറ്റ്? ഞാൻ ഷീന മിസ്സിനെ ഇമ്പോസിഷൻ കാണിക്കാൻ പോയതാ. ഓഹോ, എൻ്റെ ക്ലാസ്സാണോ അതൊക്കെ കാണിക്കാനുള്ള സമയം? ലഞ്ച് ബ്രേക്കും ഇൻ്റർവെല്ലും ഒക്കെ പിന്നെ എന്തിനാ? സോറി മിസ്. ഗെറ്റ് ഇൻ. നീ ശരിക്കും ഇമ്പോസിഷൻ കാണിക്കാൻ തന്നെ പോയതാണോ? അല്ലണ്ണ, ആരോ എന്നെ ബാത്റൂമിൽ പൂട്ടി. അയ്യോ, അതാരടാ? എനിക്കെങ്ങനെ അറിയാമണ്ണ, ഞാൻ അകത്തായിരുന്നല്ലേ. അത് പോയിന്റ്. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ പോക്കാണ്. ഇതുവരെ പിടിക്കാത്ത ലൈബ്രറി മിസ് വരെ പിടിച്ചു. എല്ലാവരും ഇത് വരച്ചെടുത്തോളോ? അതെന്തിന്? അത് ഞാൻ വിങ്സ് ഓഫ് ഫയർ തിരിച്ചു കൊടുക്കാത്തതാണ്. അതൊക്കെ തിരിച്ചു കൊടുത്തോടെ. അതെങ്ങനെയാ? അബ്ദുൽ കലാം എപ്പോഴും വേണോട്ടൻ്റെ ചായക്കടയിൽ ഇരിക്കുകയല്ലേ. അബ്ദുൽ കലാമ? അതൊക്കെ ഉണ്ടെണ്ണ. ഇന്ന് വൈകിട്ടോടെ ഇമ്പോഷൻ കൊടുത്തില്ലെങ്കിൽ ഷീനാമസിന്റെ നല്ല പണിയാണ് കിട്ടുന്നത്. മേഡം മിസ് നോക്കുന്നു, നൈസായിട്ട് ബുക്ക് എടുത്ത് എഴുതും പോലെങ്കിലും കാണിച്ചു. ആർക്കും അവിടെ സംസാരിക്കണ്ടേ? നീ ബുക്കിൽ തന്നെ നോക്കിയിരുന്ന ഒരു സൂത്രമുണ്ട്. സൂത്രനാ? മിസ്സിനെ നോക്കും. അങ്ങോട്ട് നോക്കും. മിക്സ്ചർ കത്തി വെക്കണോ? അതൊന്നും വേണ്ട, മാറ്റി. കാണിക്കല്ലേ, തരാം. നിനക്ക് കടല വേണോ അതോ മറ്റേത് വേണോ? എനിക്ക് മാറ്റുന്നത് മതി. കുറച്ച് മിച്ചർ വേണോ? കടല എങ്ങനെ? What's going on there? Last bench. ഒന്നുമില്ല. ഇവിടെ എന്താ? Both of you get up. ടേബിൾ അല്ലേ മാം? കാണിച്ചേ. ഉണ്ട്, എല്ലാം ഉണ്ട്. Sit down. എഴുതിയോ? കാണിച്ചേ. എഴുതിയില്ല? കാണിക്ക്. എന്താ എഴുതാത്തെ?
പേനയില്ല. താനൊക്കെ പിന്നെ എന്തിനാടോ സ്കൂളിൽ വരണേ? വെറുതെ വരുവാ. ഒരു കാര്യം ചെയ്യ്, പുറകിൽ പോയി ഒന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കും കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടോ അവിടെ പേനയില്ലാത്തവര്? ഉണ്ടെങ്കിൽ കൂടെ പോയി നിന്നോ. Peace out.